ജമാഅത്തെ ഇസ്ലാമി എറണാകുളം ജില്ലാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴയിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. വിവിധ രാഷ്ട്രീയ മത സാമൂഹ്യ രംഗങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകളാണ് ഇലാഹിയ പബ്ലിക് സ്കൂളിൽ നടന്ന ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തത്. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ സമിതി മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം സൗഹൃദവേദിയായി. ഇലാഹിയ പബ്ലിക് സ്കൂളിൽ സൗഹൃദ സന്ദേശം പകർന്ന് നടത്തിയ സംഗമത്തിൽ സമൂഹത്തിലെ വിവിധ തലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ആളുകളാണ് ഒത്തുചേർന്നത്. അപ്പോൾ എല്ലാവരും ഒന്നിച്ചിരിക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ളതാണ്. നമ്മളെല്ലാം തന്നെ ഈ പ്രപഞ്ചത്തിന് കാരണമായി നിൽക്കുന്ന പരമമായ ആ പൊരുളിൽ നിന്ന് ജന്മം കൊണ്ടവരാണ്, ആത്മസഹോദരന്മാരാണ്. ഈ സത്യം ചിലർ മറന്നു പോകുന്നത് കൊണ്ടാണ് ഈ വെറുപ്പും വിദ്വേഷവുമൊക്കെ അനാവശ്യമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും അതിൻ്റെ പിന്നിലുള്ള പല താല്പര്യങ്ങളും, അത് രാഷ്ട്രീയമാകാം, സാമ്പത്തികമാകാം, അങ്ങനെ പല താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് മനുഷ്യനെ തമ്മിൽ അകറ്റുന്ന പ്രവണത നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും ഇപ്രകാരം ഒന്നിച്ചിരിക്കുക, മനസ്സ് തുറക്കുക, പരസ്പരമുള്ള സ്നേഹം പങ്കുവയ്ക്കുക, സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ളതാണ്. അതിലൂടെ നമ്മിലെ ഐക്യത്തെയും സാഹോദര്യത്തെയും വളർത്തിയെടുക്കുന്നതിന് ഇഫ്താർ സംഗമം ഇന്ന് നമ്മുടെ നാട്ടിൽ ഉടനീളം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ശ്രേഷ്ഠമേറിയ ഒരു വേദി. നമുക്ക് ഈ വേദി കൊണ്ട് കിട്ടേണ്ടത് ഒന്ന്, നാം തുറന്ന മനസ്സുള്ളവരായിരിക്കുമ്പോൾ, അതാണ് അധ്യക്ഷൻ പറഞ്ഞത്, സുതാര്യതയുണ്ടായിരിക്കണം, ഫ്രാങ്ക്നെസ്. നമുക്കൊരു ഫ്രാങ്കായിരിക്കണം. എന്നെ കണ്ടാൽ അച്ഛനാണെന്നും നിങ്ങളെ കണ്ടാൽ അത് ഒരു ഉസ്താദാണെന്നും അല്ലെങ്കിൽ സഹോദരനാണെന്നും ഒക്കെയുള്ളൊരു ഫ്രാങ്കായ ഈ ശുശ്രൂഷ, ഈ കൂട്ടായ്മ സുതാര്യതയുടെ ഒരു ലക്ഷണമാണ്. അതാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ എഫ് എന്ന് പറയുന്നത് ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം, വിശ്വസ്തമായിരിക്കണം, വിശ്വാസ സമൂഹമായിരിക്കണം. എനിക്ക് ഈ കൂട്ടായ്മ ജീവിതത്തിൽ വളരെയധികം മാതൃകയായി ഞാൻ കാണാറുണ്ട്. വിവിധ മതത്തിൽപ്പെട്ട, വിവിധ സമൂഹത്തിൽപ്പെട്ട പലരും വന്നിരുന്ന് സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു കൂട്ടായ്മ. ഇതൊരു വിശ്വാസത്തിൻ്റെ ഒരു ഫെയ്ത്ത്ഫുള്ളാണ്, നല്ല ഒരു വിശ്വസ്തതയുടെ ഒരു കൂട്ടായ്മയാണ്. സംഗമത്തിൽ ജില്ലാ പ്രസിഡന്റ് ജമാൽ പാനായിക്കുളം അധ്യക്ഷത വഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി കൂടിയാലോചനാ സമിതി അംഗം യൂസുഫ് ഉമരി റമദാൻ സന്ദേശം നൽകി. സെക്രട്ടറി കെ സലീം, ആലുവ അദ്വൈതാശ്രമം സ്വാമിജി ധർമ്മചൈതന്യ, ഫാദർ ജോർജ് മാന്തോട്ടം കോർ എപ്പിസ്കോപ്പ, ഡീൻ കുര്യാക്കോസ് എം പി, മാത്യു കുഴൽനാടൻ MLA, ആന്റണി ജോൺ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, മുൻ MLAമാരായ ജോസഫ് വാഴയ്ക്കൻ, ബാബു പോൾ, മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, കോതമംഗലം നഗരസഭാ അധ്യക്ഷ ഭാനുമതി രാജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, മുനിസിപ്പൽ വൈസ് ചെയർമാൻ PM അബ്ദുൽ സലാം, ഗാന്ധി ചിന്തകൻ പ്രൊഫസർ MP മത്തായി, മാർ എൽദോ ബെസേലിയസ് കോളേജ് ഡയറക്ടർ പ്രൊഫസർ ബേബി M വർഗീസ്, തൊടുപുഴ അൽ-അസർ ചെയർമാൻ KM മൂസ, ഇലാഹിയ ട്രസ്റ്റ് ചെയർമാൻ KM പരീദ്, പായിപ്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ജോയ്, PR സെക്രട്ടറി ഷക്കീൽ മുഹമ്മദ്, യാക്കോബായ സഭ മുൻ ട്രസ്റ്റി CK ഷാജി, മേള പ്രസിഡന്റ് PM ഏലിയാസ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അസം ബീഗം, ജിനു മടയ്ക്കൽ, P രജിത, ASM പ്രസിഡന്റ് ഷബീബ് എവറസ്റ്റ് തുടങ്ങിയവർ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.